നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിന്റെ റെസിപ്പി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ചയോട്ടെ എന്ന വെള്ളരി വർഗ്ഗത്തിൽപ്പെടുന്ന ചൗ ചൗ എന്ന പച്ചക്കറി കേരളത്തിൽ അത്ര സാധാരണമല്ല. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ചൗ ചൗ കൃഷിയും ചൗ ചൗ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുമെല്ലാം വളരെ പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചൗ ചൗ ഉപയോഗിച്ച് ഒരു ബജ്ജി തയ്യാറാക്കാം. ഈ ബജ്ജി ഇന്ന് നമുക്കായി തയ്യാറാക്കി കാണിച്ചു തരുന്നത് ചന്ദ്രിക. മലയാളത്തിൽ ഇതിന് ചൊച്ചയ്ക്ക എന്നും പറയാറുണ്ട്. ചൗ ചൗ അല്ലെങ്കിൽ ചൊച്ചയ്ക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ബജ്ജി തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: ഒരു വലിയ ബൗൾ കടലപ്പൊടി, 6-7 ചൗ ചൗ കഷ്ണങ്ങൾ, അരിപ്പൊടി, എണ്ണ, വെള്ളം, 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായം. ഈ ബജ്ജി തയ്യാറാക്കാനായി ആദ്യം ഒരു ബൗളിലേക്ക് കടലപ്പൊടി എടുക്കുക. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അയമോദകം, മുളക് പൊടി, ഉപ്പ്, ഒരൽപ്പം കായം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഈ മിശ്രിതത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നന്നായി ഇളക്കി ബജ്ജി തയ്യാറാക്കാനുള്ള മാവ് ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചൊച്ചയ്ക്ക അല്ലെങ്കിൽ ചൗ ചൗ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മുടെ ചൗ ചൗ ബജ്ജിയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. 4 മണി ചായയോടൊപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി വിഭവമാണിത്. ഇത് ചൂടോടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള മറ്റ് വിഭവങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മുമ്പിലെത്താൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും വരാം. നന്ദി.